കേരളത്തിലെ കോടതികൾക്ക് ഇവരുടെ തട്ടിപ്പിനെക്കുറിച്ച് ധാരണയുള്ളതുകൊണ്ട് ബാംഗ്ലൂരിലെ സിവിൽ സെഷൻസ് കോടതിയിൽ പോയി അവർ ഒരു ഹർജി കൊടുക്കുന്നു. കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും അവരെക്കുറിച്ച് വ്യാജ വാർത്ത കൊടുത്തിരിക്കുന്നു. ആ വ്യാജ വാർത്തകളെല്ലാം നീക്കം ചെയ്യണം എന്നായിരുന്നു ആവശ്യം. മനോരമ ന്യൂസ് കർണാടക ഹൈക്കോടതിയിൽ പോയി ഉത്തരവിന് സ്റ്റേ വാങ്ങി. എന്നാൽ ഏഷ്യാനെറ്റ് അതിനല്ല ശ്രമിച്ചത്. അവർ വിശദമായി തന്നെ റിപ്പോർട്ടർ ചാനലിന്റെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ എടുത്ത് മുട്ടിൽ മരമുറി കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറുകളുടെ ലിസ്റ്റ് എടുത്ത് മുഖ്യമന്ത്രി ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ എടുത്ത് അവർ വലിയൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചു. സത്യവാങ്മൂലത്തിൽ റിപ്പോർട്ടർ ചാനലിലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം എണ്ണി പറഞ്ഞു. ഇത് കണ്ടതോടെ റിപ്പോർട്ടർ ചാനൽ കബളിപ്പിച്ച് കേസിനെ ഏൽപ്പിച്ചിരുന്ന അഭിഭാഷകർക്ക് കാര്യം പിടികിട്ടി. അവർ കോടതിയോട് പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല, ഞങ്ങളെ കബളിപ്പിച്ചാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് കേസ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ ഏഷ്യാനെറ്റ് പറഞ്ഞു അങ്ങനെ പിൻവലിച്ചോടാൻ പറ്റില്ല, കോടതിയുടെ സമയം കളഞ്ഞതിന് പിഴ ഈടാക്കണം. അങ്ങനെ കേസ് മാറ്റിവെച്ചു. ഇന്നലെ കോടതിയുടെ ഉത്തരവ് വന്നു. കോടതി പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ സമയം കളഞ്ഞിരിക്കുന്നു, തട്ടിപ്പ് നടത്തിയിട്ട് കോടതിയെ പറ്റിച്ചിരിക്കുന്നു, കോടതിയുടെ പേരിൽ നുണ പറയുന്നു, കോടതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിനെതിരെയുള്ള വാർത്തകൾ നീക്കം ചെയ്യാനായിട്ട് ശ്രമം നടത്തി, അടിമുടി തട്ടിപ്പും വെട്ടിപ്പുമാണ്. അതുകൊണ്ട് കോടതിയെ മെനക്കെടുത്തിയതിന് പേരിൽ 10,000 രൂപ പിഴ അടയ്ക്കണം. റിപ്പോർട്ടർ ചാനലിന് ബാംഗ്ലൂരിലെ കോടതി പിഴ പ്രഖ്യാപിച്ചിരിക്കുന്ന 10,000 രൂപ പിഴ അടയ്ക്കണം. മാത്രമല്ല മാംഗോ ഫോണിനെ കുറിച്ചും മുട്ടിൽ മരമുറിയെ കുറിച്ചും അടക്കം റിപ്പോർട്ടർ ചാനലിനെതിരെ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന നീക്കം ചെയ്തിരിക്കുന്ന എല്ലാ വാർത്തകളും ഒരാഴ്ചയ്ക്കകം പുനഃസ്ഥാപിക്കണം. ഓർത്തു നോക്കൂ, ഞങ്ങൾക്കെതിരെ ഒരു വാർത്തയും വരാൻ പാടില്ല, ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ വാർത്തകളും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതി ചെന്നപ്പോൾ കോടതി പറയുന്നു ഇവർക്കെതിരെ എല്ലാ വാർത്തയും എല്ലാവരും പ്രസിദ്ധീകരിക്കണമെന്ന്. എന്തൊരവസ്ഥ! ഇതുപോലൊരു അവസ്ഥ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിനും ഉണ്ടായിട്ടുണ്ടാവില്ല.